ചൈനയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയുന്നില്ല. അത്തരത്തിൽ ചൈനയിലെ ജയിലിലെ അവസ്ഥ എന്താണെന്ന് അധികം ആർക്കും അറിയാത്ത കാര്യമാണ്. ചൈനയിൽ 5 വർഷത്തോളം തടവിൽ കഴിഞ്ഞതിന്റെ ആഘാതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പൗരനായ മാത്യു റഡാൽജ്. അന്താരാഷ്ട്ര തടവുകാരെ പാർപ്പിക്കുന്ന ബീജിംഗ് നമ്പർ 2 ജയിലിലായിരുന്നു മാത്യു കഴിഞ്ഞിരുന്നത്. മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും മാത്യുവിന് ഉണ്ടായിരിക്കുന്നത്. അത് ഓർക്കുകയാണ് മാത്യു ഇപ്പോൾ. മൊബൈൽ ഫോൺ സ്ക്രീൻ നന്നാക്കുന്നതിനുള്ള ചെലവിനെ ചൊല്ലി ഇലക്ട്രോണിക് കടകളുമായുള്ള വഴക്ക് മാത്യുവിനെ ജയിലിലെത്തിച്ചത്. താൻ അന്യായമായി ശിക്ഷിക്കപ്പെട്ടതായി ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. മറ്റൊരു വ്യാജ കവർച്ചാ കേസിൽ കുറ്റം സംബന്ധിച്ച് ഒപ്പിടാൻ തന്നെ നിർബന്ധിച്ചുവെന്നും മാത്യു ആരോപിച്ചു. തുടർന്ന് 5 വർഷത്തോളം തടവ് ശിക്ഷ ലഭിച്ചു. ശാരീരിക പീഡനവും കഠിനമായ നിയമങ്ങളും 2020 ജനുവരി 2-നാണ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായതിനു ശേഷം തുടർച്ചയായി 2 ദിവസം മർദ്ദിക്കപ്പെട്ടതായും 48 മണിക്കൂർ ഭക്ഷണമോ വെള്ളമോ തരാതെ ഉറങ്ങാൻ അനുവദിക്കാതെ രേഖകളിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയായിരുന്നു മാത്യുവിനെ. ജയിലിലെത്തിയപ്പോൾ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ട്രാൻസിഷൻ ഫേസിന് വിധേയമായി. അവിടെ മാത്യു ശാരീരിക പീഡനവും മാനസിക പീഡനവും അനുഭവിച്ചു. ട്രാൻസിഷൻ ഫേസിൽ തടവുകാരെ വളരെ കഠിനമായ നിയമങ്ങൾക്ക് വിധേയരാക്കും. തങ്ങൾക്ക് കുളിക്കുന്നതിനോ ശരീരം വൃത്തിയാക്കുന്നതിനോ മാസങ്ങളോളം വിലക്കുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോലും പ്രത്യേക സമയങ്ങളിൽ മാത്രമേ പോവാൻ അനുവദിക്കുകയുള്ളൂ. അവ വൃത്തിഹീനമായിരിക്കും. മുകളിലുള്ള ടോയ്ലറ്റുകളിൽ നിന്നും മാലിന്യങ്ങൾ നിരന്തരം മേൽ വീഴുമെന്നും മാത്യു വ്യക്തമാക്കി. മോചിതനായ ശേഷം 10 വർഷത്തേക്ക് ചൈനയിലേക്ക് വരരുതെന്ന് മാത്യുവിന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം മാത്യു തന്റെ പിതാവിനെ കണ്ടു. പിന്നീട് തന്റെ കാമുകിയെ വിവാഹം കഴിക്കുകയും ചെയ്തു.